നടത്തുകനെ നീ നമുക്ക് പ്രാർത്ഥിക്കാം. 9 ജ്ഞാനകീർത്തനം 200.
ഏറ്റവും ബഹുമാനപ്പെട്ട ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, ഈ ദേവാലയത്തിൽ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന ഏവരുടെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇവിടെ എൻ്റെ മകൾ യുവൈൻ പി ജോസും മേരാവ കത്തീഡ്രൽ സഭയിലെ അംഗമായ മംഗലശ്ശേരി ശ്രീ ചാക്കോ സാമുവലിൻ്റെയും ശ്രീ ബെൽസി സാമുവലിൻ്റെയും മകനായ ശ്രീ സോഡി സി മോഹനുമായിട്ടുള്ള വിവാഹം ഞങ്ങൾ രണ്ട് കുടുംബാംഗങ്ങൾ തമ്മിൽ തീരുമാനിച്ച് ഇരിക്കുകയാണ്. ആയത് ആ വിവരം കർത്തൃസന്നിധിയിൽ വെച്ച് തീരുമാനിക്കുന്നതിനും വിവാഹ തീയതി നിശ്ചയിച്ച് പ്രഖ്യാപനം നടത്തുന്നതുമായിട്ടാണ് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അനുഗ്രഹവും പ്രാർത്ഥനയും ഇക്കാലത്തുണ്ടായിരിക്കണം. എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇവരോട് വിവാഹത്തിലുള്ള സമ്മതം ചോദിക്കുകയാണ്. അതിനായി ടി ജെ സെബാസ്റ്റ്യനെ ക്ഷണിക്കുന്നു. സോണിയ, രാജ്യത്തിൻ്റെ നിയമപ്രകാരവും ദക്ഷിണേന്ത്യ സഭയുടെ നിയമപ്രകാരവും ഇവിടെ നിൽക്കുന്നതായ പുത്തൻ വീട്ടിൽ ജുവേന എന്ന സ്ത്രീയെ വിവാഹം കഴിക്കുവാൻ നിങ്ങൾക്ക് സമ്മതമാണോ? സമ്മതം. ജുവേന, രാജ്യത്തിൻ്റെ നിയമപ്രകാരവും ദക്ഷിണേന്ത്യ സഭയുടെ നിയമപ്രകാരവും ഇവിടെ നിൽക്കുന്ന മഞ്ഞവശ്ശേരിൻ്റെ സോണി എന്ന പുരുഷനെ വിവാഹം ചെയ്യുവാൻ സമ്മതമാണോ? സമ്മതമാണ്. നമുക്ക് തലയോണക്കി ഒരു നിമിഷം പ്രാർത്ഥിക്കാം.
കത്തീഡ്രൽ മേലുകാവിളയിൽ മഞ്ഞളശ്ശേരി ശ്രീ ചാക്കോസമ്മൻ്റെയും ശ്രീമതി ജാൻസമ്മയുടെയും മകൻ സോണി സി മോഹനും ഇസ്ലാമഹാടിൽ വേക്കടയിൽ സഭയിൽ പുത്തൻവീട്ടിൽ ശ്രീ ജോസ് പി ഐസക്കിൻ്റെയും ശ്രീമതി ഗ്രേസി ജോസഫിൻ്റെയും മകൾ ജീവൻ പി ജോസും വിവാഹം ലൈസൻസ് എടുത്താണ് ചെയ്യുന്നത്. ഡിസംബർ മാസം 2024 ഡിസംബർ മാസം 16-ാം തീയതി പതിനൊന്നരയ്ക്ക് കത്തീഡ്രൽ സഭയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് എന്ന് 10:30 വിവാഹ ശുശ്രൂഷ നടത്തപ്പെടുന്നതാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ആമേൻ. ഇപ്പോൾ കുറികൾ രണ്ട് രക്ഷകർത്താക്കൾ പരസ്പരം കൈമാറുന്നതാണ്. ജനഗിരിക്ക് ഇപ്പോൾ നമുക്ക് ഏവർക്ക് എഴുതുന്നുണ്ട് 328-ാമത്തെ ഗീതം ചേർന്ന് പാടാം. ആ സമയത്ത് പ്രതിസുത വരനും വധുവും പ്രത്യേക സ്തോത്രകാഴ്ച അർപ്പിക്കും. കൂടാതെ സ്തോത്രകാഴ്ച ഇപ്പോൾ എടുക്കപ്പെടുന്നതുമാണ്. ദയവായി എല്ലാവരും എഴുതുന്നുണ്ട് 328-ാമത്തെ ഗീതം ചേർന്ന് പാടാം. നിന്റെ ഗീതം പോലെ നിത്യം തീടേടാമേ എൻ്റെ ഗീതം പോലെയല്ലേ എൻ പിതാവേ എൻ യഹോവേ നിന്റെ വീഴാതെ നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹത്വമുള്ള തിരുസന്നിധിയിൽ
കളങ്കമില്ലാത്തവരായി നിങ്ങളെ നിർത്തുവാൻ ശക്തിയുള്ളവന് മഹത്വമുണ്ടാകട്ടെ. നിങ്ങളുടെ തീരുമാനങ്ങളെയും ആഗ്രഹങ്ങളെയും ഗമനത്തെയും ക്രിസ്തുയേശുവിൽ കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും ആശീർവാദവും നിങ്ങളുടെ മേലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ജോവേനയുടെയും സോണിയുടെയും വിവാഹ നിശ്ചയ ശുശ്രൂഷ ഇത്രയും അനുഗ്രഹത്തോടെ നടത്തുവാനായിട്ട് ദൈവം തന്ന ഭാഗ്യത്തിനായി പദവിക്കായിട്ട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ജോവേനയ്ക്കും സോണിക്കും സഭയുടെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ പിന്തുണകളും പ്രഖ്യാപിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതമായി ഏറ്റവും അനുഗ്രഹമുള്ള കുടുംബ ജീവിതം നയിക്കുവാനായിട്ട് കർത്താവ് നിങ്ങൾ ഒരുക്കട്ടെ. ഇനിയുള്ള ഓരോ നാളും വളരെ പ്രാർത്ഥനയോടെ ഒരു പുതിയ കുടുംബ ജീവിതത്തിനായി ഒരുങ്ങി വിശുദ്ധ വിവാഹത്തിനായിട്ട് ഒരുങ്ങി വരുവാനായിട്ട് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛൻ അറിയിച്ചതുപോലെ 16-ാം തീയതി 10:30 മണിക്ക് കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ചാകുന്നല്ലോ വിശുദ്ധ വിവാഹ ശുശ്രൂഷ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സോണി ഇപ്പോൾ കാനഡയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, വർക്ക് ചെയ്യുകയാണ്. അതുപോലെ ലീവ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ഉടൻ തിരിച്ചു പോകേണ്ടതുകൊണ്ടും ലൈസൻസ് എടുത്താണ് വിവാഹം ഇരു കുടുംബം തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാവരും ഈ ഇരു കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സോണിയുടെയും ജുവൈനയുടെയും പേരൻസ്, അവരുടെ ബന്ധുമിത്രാദികൾ, സ്വന്തക്കാർ, സുഹൃത്തുക്കൾ എന്ന് കടന്നുവന്ന് ക്ഷണിക്കപ്പെട്ട എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഏവരെയും ദൈവം തമ്പുരാൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ശ്രേഷ്ഠമേറിയ വിവാഹ നിശ്ചയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിച്ചത് നമ്മുടെ മഹാനവികയുടെ പാസ്റ്ററൽ ബോർഡ് സെക്രട്ടറിയും കത്തീഡ്രൽ വികാരിയും പ്രത്യേകിച്ച് സോണിയുടെ ഇടവകപ്പെട്ടക്കാരനുമായിട്ടുള്ള റോൺ ജോസഫ് മാത്യു അച്ഛനാകുന്നു. അച്ഛനും കൊച്ചമ്മയും കുടുംബമായി സംബന്ധിക്കുന്നു. കർത്താവ് അവർ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളൊക്കെ വളരെ തിരക്ക് പിടിച്ചിട്ടുള്ള ശുശ്രൂഷകളായിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസം കത്തീഡ്രൽ ദേവാലയത്തെ സംബന്ധിച്ച് നിരവധി മരണങ്ങളും വേർപാടുകളും അങ്ങനെ ഏകദേശം 5-6ഓളം പേര് ഈ ഒരാഴ്ചയിൽ തന്നെ അവിടെ മരണമടഞ്ഞു. അതിലൊക്കെ തിരക്കിൽ പ്രിയപ്പെട്ട അച്ഛൻ ഇന്ന് ഓടി വന്ന് ഈ ശുശ്രൂഷ ധന്യമാക്കി. അച്ഛൻ്റെ ശുശ്രൂഷ നമുക്കേവർക്കും അനുഗ്രഹമാണ്, ഹാർഡ്വേക്ക് അനുഗ്രഹമാണ്. എല്ലാ കാര്യങ്ങളും വളരെ ചണ്ടമായി ഭംഗിയായി അച്ഛൻ ഓടി നിന്ന് ക്രമീകരിക്കുന്നു. അത് നമുക്ക് ഏറ്റവും ആവേശമാണ്. പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് കുടുംബാംഗങ്ങളുടെ പേരിൽ നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ജുവൈനയുടെ അങ്കിൾ അമ്മാവനാണ് ടീച്ചേഴ്സ് സെബാസ്റ്റ്യൻ അച്ഛൻ. അച്ഛൻ മഹാനവകയുടെ മുൻ പാസ്റ്ററൽ ബോർഡ് സെക്രട്ടറിയാണ്. ഇപ്പോൾ കോതമംഗലം സഭയുടെ വികാരിയാണ്. അച്ഛൻ വളരെ സുദീർഘമായിട്ട് അച്ഛൻ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ആവേശമായി അനുഗ്രഹമായി അച്ഛൻ കൊച്ചമ്മയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഏറ്റവും അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ജുവൈനയുടെ അങ്കിൾ ആൻറ്റി രണ്ടുപേരും എന്ന് വന്നത് അവർക്കും നമുക്കൊക്കെ സന്തോഷമാണ്. രണ്ടുപേരെയും സാന്നിധ്യത്തെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുടെ നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. സോണിയുടെ മറ്റൊരു ഇടപെട്ടക്കാരനാണ് KJ ജേക്കബ് അച്ഛൻ, കത്തീഡ്രൽ അസിസ്റ്റന്റ് വികാരി. അച്ഛൻ്റെ കൊച്ചമ്മയും വന്നിട്ടുണ്ട്. രണ്ടുപേരും സാന്നിധ്യം നമുക്ക് ഏറ്റവും അനുഗ്രഹമാണ്. പ്രിയപ്പെട്ട രണ്ടച്ഛന്മാരും വളരെ ഊഷ്മളമായിട്ട് കത്തീഡ്രൽ സഭയ്ക്ക് വേണ്ടി ഓടി നടന്ന് അവർ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് KJ ജേക്കബ് അച്ഛനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്നു, ശുശ്രൂഷയ്ക്ക് ആവശ്യമായ നേതൃത്വം നൽകി. പ്രിയപ്പെട്ട അച്ഛനെയും കൊച്ചമ്മയും നമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ പേരുള്ള എല്ലാ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ക്ഷണിക്കപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ച് ജുവൈനയുടെ ക്ഷണിക്കപ്പെട്ട ആളുകൾ, സോണിയുടെ ക്ഷണിക്കപ്പെട്ട ആളുകൾ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, മറ്റുള്ള ആളുകളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ഏവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളുടെ പങ്കാളിത്തത്തെ ഓർത്ത് നന്ദി സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. കത്തീഡ്രൽ സഭയുടെ കമ്മിറ്റി അംഗങ്ങൾ കാണുന്നു വന്നിട്ടുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി സ്നേഹം അറിയിക്കുന്നു. ബാക്കിയുള്ള ഇവിടെയുള്ള എല്ലാ ക്രമീകരണ നേതൃത്വം വഹിച്ചത് നമ്മുടെ കത്തീഡ്രൽ സഭയുടെ കമ്മിറ്റി അംഗങ്ങളാണ്. അനുഭവത്തിൽ കടന്നു വന്നു, എല്ലാ കാര്യങ്ങൾക്കും ഭംഗിയായിട്ട് നേതൃത്വം വഹിക്കുന്നു.
കപ്പിയാനിച്ചനാണ് പള്ളിയെല്ലാം മനോഹരമായി ക്രമീകരിച്ച് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചത്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് എല്ലാവർക്കും ഭക്ഷണം പുത്തമ്പള്ളി കുടുംബം ഒരുക്കിയിട്ടുണ്ട്. ആ ഭക്ഷണത്തിന് വേണ്ടി ഓൾറെഡി ക്ഷണിച്ചുവല്ലോ. അത് ഒരുക്കിയ കാറ്ററിംഗ് ടീമിനെയും ഓർത്ത് ദൈവത്തെ സ്തുതിയും കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ ഈ പ്രിയപ്പെട്ട മക്കൾക്ക് കൂടി പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതം ധന്യമായി മാറട്ടെ, അവരുടെ ജീവിതം കെട്ടുറപ്പായി മാറട്ടെ. ഏറ്റവും അനുഗ്രഹമുള്ള മാതൃകയുള്ള അന്ത്യം വരെയും ഒരുമിച്ച് മുന്നേറുന്ന ഏറ്റവും സന്തോഷമായ ഒരു കുടുംബജീവൻ ഉണ്ടാകുവാനായിട്ട് കർത്താവ് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നമുക്ക് ഏവർക്കും എഴുതിരുന്നുകൊണ്ട് 16ാമത്തെ ഗീതം ചേർന്ന് പാടാം. ഗീതം 16. അനുഗ്രഹത്തോടെ ദൈവമായിരിക്കുന്ന കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയിൽ അവിടുത്തെ സാന്നിധ്യം അരുളി അടിയങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച അവിടുത്തെ കൃപകൾക്കായിട്ട് നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം കരയറ്റും. വിവാഹം മാനമുള്ള അവസ്ഥയും ദൈവത്താൽ നിയമിക്കപ്പെട്ടതുമെന്ന് തിരുവഴുത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന കർത്താവേ, മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല, തക്കതായ തുണയെ അവിടുന്ന് നൽകുമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവേ, ഇന്ന് പ്രകാരം വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടതായ ഞങ്ങളുടെ സോണി യുവന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകാൽ ഈ തിങ്കളാഴ്ച നടത്തപ്പെടേണ്ടതായ വിവാഹ ശുശ്രൂഷയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ വിവാഹത്തിനായിട്ട് പ്രാർത്ഥനയോടെ ഒരുങ്ങുവാനും അനുഗ്രഹീതമായ കുടുംബജീവിതം നയിപ്പാനും നിൻ്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇരുവരുടെയും മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും ഇവിടെ സന്നിഹിതരായ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് കർത്താവെ നൽകി അനുഗ്രഹിച്ചതായ അങ്ങയുടെ അഭിഷക്തരായിട്ട് ഞങ്ങളുടെ ജോസഫ് മാത്യച്ചന് വേണ്ടിയും ഞങ്ങളുടെ കർത്താവെ മാക്സിൻ ജോണച്ചിന് വേണ്ടിയും ഞങ്ങളുടെ കെ ജേക്കബ് അച്ഛന് വേണ്ടിയും പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ശുശ്രൂഷയ്ക്കായി ശക്തീകരിച്ചവർ സ്തോത്രം. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ച് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ അനുഗ്രഹീതമായ കുടുംബ ജീവിതത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുവാനും അവിടുത്തെ ഹിതപ്രകാരം ഏറ്റവും സൗഭാഗ്യപൂർണമായ ജീവിതം നയിപ്പാനും കർത്താവ് അവിടുന്ന് അനുഗ്രഹിച്ച് വഴി നടത്തണമേ. ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് ഇപ്പോൾ അനുഗ്രഹിച്ചയക്കണം. യേശു മൂലം പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. നന്ദി എൻ ദൈവമേ,
നസ്രത്തിലെ തിരുക്കുടുംബം പോലെ, ദൈവത്തിൻ്റെ പ്രിയ കുടുംബം പോലെ, കർത്താവ് പിറന്നൊരു കുടുംബം പോലെ, കർത്താവ് പിറന്നൊരു കുടുംബം പോലെ മാറിടട്ടെ എന്നുമെന്നും ദൈവം തിരഞ്ഞെടുത്ത ഈ കുടുംബം, ദൈവം തിരഞ്ഞെടുത്ത ഈ കുടുംബം. നസ്രത്തിലെ തിരുക്കുടുംബം പോലെ, ദൈവത്തിൻ്റെ പ്രിയ കുടുംബം പോലെ, കർത്താവ് പിറന്നൊരു കുടുംബം പോലെ, കർത്താവ് പിറന്നൊരു കുടുംബം പോലെ മാറിടട്ടെ എന്നുമെന്നും ദൈവം തിരഞ്ഞെടുത്ത ഈ കുടുംബം, ദൈവം തിരഞ്ഞെടുത്ത ഈ കുടുംബം. മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ഇവർക്കായി പ്രാർത്ഥിച്ചിടാം. യൗസേപ്പിതാവോടും മാതാവിനോടും മാധ്യസ്ഥ്യം യാചിച്ചിടാം. മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ഇവർക്കായി പ്രാർത്ഥിച്ചിടാം.
യൗസേപ്പിതാവോടും മാതാവിനോടും മാധ്യസ്ഥ്യം യാചിച്ചിടാം. സ്നേഹം, ത്യാഗം, വിശുദ്ധിയല്ല ഇവരിൽ നിറഞ്ഞിടട്ടെ. കുറവുകളിൽ ക്ഷമിച്ചനുദിനവും കൃപയിൽ വളർന്നിടട്ടെ. സ്നേഹം, ത്യാഗം, വിശുദ്ധിയല്ല ഇവരിൽ നിറഞ്ഞിടട്ടെ. കുറവുകളിൽ ക്ഷമിച്ചനുദിനവും കൃപയിൽ വളർന്നിടട്ടെ. കൃപയിൽ വളർന്നിടട്ടെ. മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ഇവർക്കായി പ്രാർത്ഥിച്ചിടാം. യൗസേപ്പിതാവോടും മാതാവിനോടും മാധ്യസ്ഥ്യം യാചിച്ചിടാം. മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ഇവർക്കായി പ്രാർത്ഥിച്ചിടാം. യൗസേപ്പിതാവോടും മാതാവിനോടും മാധ്യസ്ഥ്യം യാചിച്ചിടാം. നോവിൻ നാളിൽ വേദനയിൽ അടിപതറാതിടുവാൻ ബലം പകരാൻ ദൈവമനുദിനവും ഇവരിൽ വസിച്ചിടട്ടെ. നോവിൻ നാളിൽ വേദനയിൽ അടിപതറാതിടുവാൻ ബലം പകരാൻ ദൈവമനുദിനവും ഇവരിൽ വസിച്ചിടട്ടെ. ഇവരിൽ വസിച്ചിടട്ടെ. മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ഇവർക്കായി പ്രാർത്ഥിച്ചിടാം. യൗസേപ്പിതാവോടും മാതാവിനോടും മാധ്യസ്ഥ്യം യാചിച്ചിടാം. മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ഇവർക്കായി പ്രാർത്ഥിച്ചിടാം. യൗസേപ്പിതാവോടും മാതാവിനോടും മാധ്യസ്ഥ്യം യാചിച്ചിടാം. നൽകും പൈതങ്ങളെ കൃപയിൽ വളർത്തിടുവാൻ തുണയരുളും ദൈവമനുദിനവും ഇവരിൽ വസിച്ചിടട്ടെ. ദൈവം നൽകും പൈതങ്ങളെ കൃപയിൽ വളർത്തിടുവാൻ തുണയരുളും ദൈവമനുദിനവും ഇവരിൽ വസിച്ചിടട്ടെ. ഇവരിൽ വസിച്ചിടട്ടെ. നസ്രത്തിലെ തിരുക്കുടുംബം പോലെ ദൈവത്തിൻ്റെ പ്രിയ കുടുംബം പോലെ കർത്താവ് പിറന്നൊരു കുടുംബം പോലെ
പിറന്നൊരു കുടുംബം പോലെ മാറിടട്ടെ എന്നുമെന്നും. ദൈവം തിരഞ്ഞെടുത്ത ഈ കുടുംബം, ദൈവം തിരഞ്ഞെടുത്ത ഈ കുടുംബം. മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ഇവർക്കായി പ്രാർത്ഥിച്ചിടാം. യൗസേപ്പിതാവോടും മാതാവിനോടും മാധ്യസ്ഥ്യം യാചിച്ചിടാം. മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ഇവർക്കായി പ്രാർത്ഥിച്ചിടാം. യൗസേപ്പിതാവോടും മാതാവിനോടും മാധ്യസ്ഥ്യം യാചിച്ചിടാം. സ്നേഹത്തിൻ കൈകളിലായി കാഴ്ചയർപ്പിക്കാം ഈ ജീവിതം. അബ്രാഹം പ്രിയസുതനെ നൽകിയ പോലെ പ്രിയമെൻ്റെ ജീവിതം നൽകുന്നിതാ. കരുണാർദ്ര സ്നേഹത്തിൻ കൈകളിലായി കാഴ്ചയർപ്പിക്കാം ഈ ജീവിതം. അബ്രാഹം പ്രിയസുതനെ നൽകിയ പോലെ പ്രിയമെൻ്റെ ജീവിതം നൽകുന്നിതാ. ഉരുകുന്ന മനവും ഒഴുകുന്ന മിഴിനീരും കർത്താവേ കനിവോടെ സ്വീകരിക്കൂ. ഉരുകുന്ന മനവും ഒഴുകുന്ന മിഴിനീരും കർത്താവേ കനിവോടെ സ്വീകരിക്കൂ. അളവില്ലാതൊഴുകുന്ന സ്നേഹത്തിനെന്നും അടിയന്റെ സ്നേഹ പ്രണാമങ്ങളേകാം. അളവില്ലാതൊഴുകുന്ന സ്നേഹത്തിനെന്നും അടിയന്റെ സ്നേഹ പ്രണാമങ്ങളേകാം. താലത്തിലുയരുന്ന കാരുണ്യത്തോടൊപ്പം കാഠിന്യമേറുന്ന ഹൃദയമേകാം. താലത്തിലുയരുന്ന കാരുണ്യത്തോടൊപ്പം കാഠിന്യമേറുന്ന ഹൃദയമേകാം. ഉരുകുന്ന മനവും ഒഴുകുന്ന മിഴിനീരും കർത്താവേ കനിവോടെ സ്വീകരിക്കൂ. ഉരുകുന്ന മനവും ഒഴുകുന്ന മിഴിനീരും കർത്താവേ കനിവോടെ സ്വീകരിക്കൂ. അൾത്താര തന്നിലെ യാഗത്തിലെന്നും കനിവിൻ്റെ തീർത്ഥപ്രവാഹങ്ങളല്ലോ. അൾത്താര തന്നിലെ യാഗത്തിലെന്നും കനിവിൻ്റെ തീർത്ഥപ്രവാഹങ്ങളല്ലോ. പാനപാത്രത്തിലെ തിരുരക്തത്തോടൊപ്പം കാഴ്ചയേകും എൻ്റെ കഥനങ്ങളും. പാനപാത്രത്തിലെ
വദനങ്ങളും ഉരുകുന്ന മനവും ഒഴുകുന്ന മിഴിനീരും കർത്താവേ കനിവോടെ സ്വീകരിക്കൂ. ഉരുകുന്ന മനവും ഒഴുകുന്ന മിഴിനീരും കർത്താവേ കനിവോടെ സ്വീകരിക്കൂ. കരുണാർദ്ര സ്നേഹത്തിൻ കൈകളിലായി കാഴ്ചയർപ്പിക്കാം ഈ ജീവിതം. അബ്രാഹം പ്രിയസുതനെ നൽകിയ പോലെ പ്രിയമെൻ്റെ ജീവിതം നൽകുന്നിതാ. സ്നേഹത്തിൻ കുളിർമഴയിൽ ഞാൻ നനയുന്നൊരീ ധന്യ നിമിഷം. ഒരുക്കിയിടുന്നു ഞാൻ എൻ്റെ ഹൃദയം. അണഞ്ഞിടുന്നു നീ എന്നിൽ സദയം. സ്നേഹത്തിൻ കുളിർമഴയിൽ ഞാൻ നനയുന്നൊരീ ധന്യ നിമിഷം. ഒരുക്കിയിടുന്നു ഞാൻ എൻ്റെ ഹൃദയം. അണഞ്ഞിടുന്നു നീ എന്നിൽ സദയം. ഈശോയേ, നിന്നെ കാത്തിരിക്കുന്നു ഞങ്ങൾ. ഓ കർത്താവേ, നിന്നെ സ്വീകരിക്കുന്നു ഞങ്ങൾ. ആടിയുലയുന്ന എൻ്റെ ജീവിതത്തോണിയിൽ കാറ്റും കോളും ശാന്തമാക്കാൻ വന്നണഞ്ഞു നീ. കരുണയോടെൻ കണ്ണുനീർ തുടച്ച ഈശോ,